കാത്തിരുന്നിട്ടുണ്ടോ? വരില്ലെന്നറിഞ്ഞിട്ടും. കാത്തിരിപ്പിൻ്റെ തീവ്രതയെ അത്രമേൽ ഭംഗിയായി പറഞ്ഞു വച്ചൊരു പുസ്തകമായിരുന്നു ശ്രീ MD വാസുദേവൻ നായരുടെ മഞ്ഞ്. കാത്തിരിപ്പിൻ്റെ വൈകാരിക തലങ്ങളെ കാവ്യാത്മകമായി ലളിതമായ ഭാഷയിലൂടെ വായനക്കാരുടെ മനസ്സിലേക്ക് ഒരു സംഗീതം പോലെ പെയ്തിറക്കിയ നോവൽ. പ്രണയവും വിരഹവും കാത്തിരിപ്പും ഓർമ്മകളും പ്രതീക്ഷകളുമൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട്. അങ്ങ് വിദൂരതയിൽ മഞ്ഞ് പുതച്ച് മേഘങ്ങളെ തൊട്ടുപോകുന്ന മലനിരകളും ആപ്പിൾ തോട്ടങ്ങളും പൈൻ മരങ്ങളും ഒക്കെയായി പ്രകൃതിയുടെ സൗന്ദര്യം അത്രമേൽ ഭംഗിയുള്ള നൈനിറ്റാളിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായിരുന്നു വിമല. ബാല്യത്തിൻ്റെ നൊമ്പരങ്ങളും ഏകാന്തതയും ഒക്കെയായിട്ട് തീർത്തും അന്തർമുഖിയായിട്ടാണ് വിമല ജീവിക്കുന്നത്. ആ ജീവിതത്തിലേക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നൽകി പുതിയൊരാൾ കടന്നു വരുന്നു. പെട്ടെന്നൊരു ദിവസം തിരികെ വരാമെന്ന ഒറ്റവാക്കിനാൽ യാത്ര പറഞ്ഞ് നടന്നകന്ന ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് വിമല ഇപ്പോഴും കാത്തിരിക്കുന്നത്. വിമലയുടേതുപോലെ സമാനമായ മറ്റൊരു കാത്തിരിപ്പുണ്ട്. അമ്മ പറഞ്ഞ ഓർമ്മചിത്രവുമായിട്ട് വെള്ളക്കാരനായ തൻ്റെ പിതാവിനെ ശിശിരകാലത്തിൽ വരുന്ന ഓരോ സഞ്ചാരികളിലും തേടുന്ന മെയ്ഫ്ലവറിൻ്റെ തോണിക്കാരൻ ബുദ്ധു. ഒടുവിൽ സഞ്ചാരികളൊക്കെയും പോയി കഴിയുമ്പോൾ പ്രതീക്ഷയുടെ ഉറവ് അറ്റാത്ത കണ്ണുമായിട്ട് കടവത്ത് നിൽക്കുന്ന ആ ചെമ്പൻ മുടിക്കാരനായ ചെറുപ്പക്കാരനും പറഞ്ഞു വയ്ക്കുന്നത് കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീക്ഷ തന്നെയാണ്. കടം ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്, മറക്കരുത് ടീച്ചർജി എന്നും പറഞ്ഞുകൊണ്ട് മുഖത്ത് നിറയെ ചിരികളുമായി ദൈവം ബോണസായി നൽകിയ ജീവിതത്തിൻ്റെ 4 മാസക്കാലം സന്തോഷമായി ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സർദാർജിയുമൊക്കെ മഞ്ഞിൻ്റെ അവിസ്മരണീയമായ ഓർമ്മകളാണ്. കാത്തിരിപ്പിൻ്റെ വേദനയും സുഖവുമായി ഓർമ്മയുടെ തീരത്ത് പ്രതീക്ഷയുടെ അണയാത്ത വെളിച്ചവുമായി കാത്തു നിൽക്കുന്ന വിമല വായനയ്ക്കൊടുവിലും മനസ്സിലിങ്ങനെ വിങ്ങൽ പോലെ ബാക്കി നിൽക്കുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. തണുത്ത വാക്കുകൾ. ആവശ്യമോ അഭ്യർത്ഥനയോ ഇല്ലായിരുന്നു. തിരികെ മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല. ഈ വരി വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത് ഉപാധികളൊന്നുമില്ലാതെ സ്നേഹത്തിൻ്റെ കണക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാത്ത കുറേ മനുഷ്യരുടെ മുഖങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവില്ലേ? തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യർ. ചിലപ്പോൾ നമ്മളവരെ കണ്ടിട്ടും കാണാതെ പോകാറില്ലേ? ഈ പുസ്തകത്തിൻ്റെ അവസാന വരി ഇങ്ങനെയാണ്: ജലനിരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു. വരാതിരിക്കില്ല. വരാതിരിക്കില്ല എന്ന ഒറ്റ വാക്കിൽ ഓർമ്മകളെ മുഴുവൻ ഇങ്ങനെ അടക്കിപ്പിടിക്കും പോലെ. ശരിക്കും ജീവിതത്തെ ഇത്രമേൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നമ്മയൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താവും? എനിക്ക് തോന്നുന്നു സ്നേഹമെന്ന 3 അക്ഷരമാവാനേ വഴിയുള്ളൂ.